തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട മണ്ഡലമാണ് അനലൈസ് ചെയ്യുന്നത്. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തോട് ചേർന്നാണ് ഇരിഞ്ഞാലക്കുട മണ്ഡലം. അതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ തുല്യശക്തികളാണ് LDF UDF. കുറച്ചു നേരം അനലൈസ് ചെയ്തിട്ട് ഇപ്പോഴും തുല്യശക്തികളെ ഉള്ള ഒരു മണ്ഡലം കിട്ടിയത്. എന്നാൽ BJP ശക്തമായ സാന്നിധ്യമുള്ളതുകൊണ്ട് ത്രികോണ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ്. UDF 54,000 വോട്ടുണ്ട്, LDFന് 54,000 വോട്ട്, 53,954 വോട്ട്, ഏകദേശം 1000 താഴെ വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. NDA 36,000 വോട്ട്, 24% വോട്ടുണ്ട് ഇരിഞ്ഞാലക്കുടയിൽ. അതേഴ്സ് 9,000 വോട്ട്. അപ്പോൾ അതിനകത്ത് LDFന് 74 മെമ്പർമാരുള്ളപ്പോൾ 64 മെമ്പർമാരുണ്ട് UDFന്, NDAക്ക് 21 ഉള്ളൂ, അതേഴ്സിന് 5 മെമ്പർമാർ സ്വതന്ത്രരുണ്ട്. അപ്പം അതിൻ്റെ ഹിസ്റ്ററികൾ നോക്കുകയാണെങ്കിൽ ഇരിഞ്ഞാലക്കുട ട്രഡീഷണലായിട്ട് 2011 കേരള കോൺഗ്രസ് മാണി അത് UDFന്റെ വേണ്ടി ജയിച്ചാണ്, CPM രണ്ടാമത്. 2016 CPM അത് തിരിച്ചു പിടിച്ചു, മാണി കേരള കോൺഗ്രസ് മാണി തോറ്റു. പക്ഷെ BJP ആ തെരഞ്ഞെടുപ്പിൽ തന്നെ 30,000 വോട്ട് അവിടെ പിടിച്ചു. 2021 ആകുമ്പം CPM ആർ ബിന്ദു മിനിസ്റ്റർ, അപ്പോൾ LDF അത് നിലനിർത്തി. തോമസ് ഉണ്ണിയാടൻ തന്നെയാണ് രണ്ടാമത് മത്സരിച്ച്, അദ്ദേഹം കേരള കൗൺസിൽ ഗ്രൂപ്പിൽ നിന്ന് മത്സരിച്ചെങ്കിലും അത് പോയി, അദ്ദേഹത്തെ ഒപ്പിച്ച് LDF അത് നിലനിർത്തുകയാണ് ചെയ്തത്. BJP ജേക്കബ് തോമസിനെ മത്സരിപ്പിച്ചിട്ട് 30,000 വോട്ട് കൂട്ടി. BJP ഒരു വോട്ട് കൂട്ടി വരുന്നൊരു മണ്ഡലമാണ്. അപ്പം UDF വീണ്ടും തോമസ് ഉണ്ണിയാടൻ കോൺഗ്രസ് ബാനറിലാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. CPMന്റെ ആർ ബിന്ദു തന്നെ മിനിസ്റ്റർ ആണ്. സന്തോഷ് ചേർക്കളം ആണ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. വോട്ട് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ് മാർജിന് ഇപ്പോഴും UDF ഫ്രണ്ടിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ. അത് ആർ ബിന്ദു, അദ്ദേഹം മിനിസ്റ്റർക്ക് എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം നല്ലപോലെ ഏൽക്കും. കാരണം CPM ആണ്, മിനിസ്റ്ററാണ്, നാച്ചുറലി കുറച്ച് കൂടുതൽ ഭരണവിരുദ്ധ വികാരം വരുമെന്നാണ്. നല്ലൊരു വോട്ട് കുറയും. 53,000 54,000 നിന്ന് നല്ലൊരു ശതമാനം 5,000-10,000 വോട്ട് വരെ വേണേൽ കുറയാം. അത് UDFിലോട്ട് LDFിലോട്ടാണ് പോകുന്നത്. രണ്ട് കൂട്ടർ സ്പ്ലിറ്റ് ചെയ്തെടുക്കും. അപ്പം UDFന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതുകൊണ്ട് UDF ഇത്തവണ തോമസ് ഉണ്ണിയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. UDFനാണ് ഇരിഞ്ഞാലക്കുട ഞാൻ അനലൈസ് ചെയ്യുന്നത്. ബട്ട് NDA 36,000 വോട്ട് ഇപ്പോഴേ ഉള്ളത് കൊണ്ട് ഒരു 10,000 വോട്ടോട് പിടിച്ചാൽ സെക്കൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു 7,000-8,000 വോട്ട് പിടിച്ചപ്പോൾ രണ്ടാമതെത്താനുള്ള സാധ്യത NDAക്കുണ്ട്. അപ്പം അതൊരു പിന്നെ അത്രയ്ക്ക് ഒരു ത്രികോണത്തിൽ ഒരു ഹിന്ദു വോട്ട് കോൺസെൻട്രേഷൻ വല്ലതും വന്നെങ്കിൽ മാത്രമേ NDAക്ക് ജയസാധ്യതയുള്ളൂ. എങ്കിലും UDFന് ഒരു അപ്പർ ഹാൻഡ് ഞാൻ പറയുന്നത്. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ UDF ഫസ്റ്റ്, BJP സെക്കൻഡ്, തേർഡ് LDF ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.